തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ കളം നിറയുകയാണ്. എന്നാൽ അതിനപ്പുറം ജനാധിപത്യ രീതിയിൽ സർക്കാരിനെ വിലയിരുത്തേണ്ട ചർച്ചകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. വിവിധ വിഷയങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ നേരിട്ടുള്ള അഭിപ്രായം അറിയേണ്ടതുണ്ട്. നോക്കാം ഇന്നത്തെ വിഷയം എന്താണ്. ഇന്നത്തെ വിഷയം തൊഴിലില്ലായ്മയാണ്. 10 വർഷത്തെ ഭരണത്തിൽ സംസ്ഥാന സർക്കാരിന് വികസനത്തിൽ ജനം എത്ര മാർക്ക് കൊടുക്കുന്നുണ്ട്? കാണാം പൊതുജനങ്ങളുടെ പ്രതികരണം. അത് വിദേശത്തേക്കാണ് ജനങ്ങൾ മൊത്തം കുട്ടികളൊക്കെ പോകുന്നത്. ഇവിടെ പുതിയ ജനറേഷന് യാതൊരുവിധ സാധ്യതയില്ല, അതിനുള്ള സംവിധാനവും ഇല്ല. അതാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി. അതാണ് ഇവിടെ ഇപ്പോൾ യുവാക്കളൊക്കെ തൊഴിലില്ലാണ്ട് നടക്കുകയാണ്. ഇപ്പോൾ ഈ പ്രശ്നം കൂടിയായപ്പോൾ ഇവിടുത്തെ സർക്കാരൊന്നും യുവാക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സംരംഭമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരുന്നില്ല. എഡ്യൂക്കേഷനായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, അവരൊന്നും ജോലിയില്ലാണ്ട് നടക്കുകയാണ്. PSC ആയിട്ട് ഒന്നും നടക്കുന്നില്ല. അവസ്ഥ വളരെ മോശമല്ലേ ആണ്. എല്ലാവരും ഇവിടെ തൊഴിൽ നേരെ കയറിപ്പോ, അത്ര തന്നെ ഉള്ളൂ. ഇപ്പം എല്ലാവരും പുറത്തോണ്ട് വെച്ചിട്ട് ഇവിടെ നാട്ടിലൊന്നും കിട്ടാനില്ല, പണി കിട്ടാനില്ല. ഇപ്പോൾ എല്ലാവരും നാട്ടിലുള്ള എല്ലാവരും പുറത്തേക്ക് പോവാ. നല്ലൊരു തൊഴിൽ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ ഇപ്പോൾ ആ സർക്കാർ സംവിധാനം ഇല്ല, അതാണ്. സർക്കാർ പറയുന്നത് വെറും പൊളിവാക്കാണ്. കേരളത്തിൽ ഇഷ്ടമായ തൊഴിലില്ലായ്മയുണ്ട്. നമ്മളൊരു ആഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഞാനൊരു ബിസിനസ് നടത്തുന്ന ആളാണ്, ഒരു ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് അപേക്ഷകളാണ് വരുന്നുണ്ടിരിക്കുന്നത്. ആളുകൾക്ക് തൊഴിലില്ല. സത്യമാണ് തൊഴിലില്ലായ്മ. അജി കുഞ്ഞുമോൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അജി, ആദ്യഘട്ടത്തിൽ വളരെ സജീവമായ രാഷ്ട്രീയ വിഷയങ്ങൾ, എല്ലായിടത്തും ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ മാത്രം ചർച്ചയായ മണ്ഡലമാണ് പേരാമ്പ്ര. LDFന് ഉറച്ച ആത്മവിശ്വാസമുള്ള മണ്ഡലത്തിൽ പക്ഷേ പൊടുന്നനെയാണ് ഈ ഫാത്തിമ തെഹ്ലിയയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. മതം പറഞ്ഞ് ഭിന്നിപ്പിക്കാനുള്ള നീക്കം എന്ന നിലയിൽ ആരോപണങ്ങൾ വരുന്നു. LDFന്റെ പ്രചാരണ വാഹനത്തിൽ വന്ന അനൗൺസ്മെന്റ് അതിന് തെളിവായി UDF ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ അതിന് പിന്നാലെ തന്നെ മതം പറഞ്ഞ് തന്നെ UDF ഫാത്തിമ തെഹ്ലിയ വോട്ട് തേടുന്നുവെന്നുള്ള പരാതി മറുവശത്ത് വരുന്നു. ഇപ്പോൾ 2 കക്ഷികൾക്കും നോട്ടീസും ലഭിച്ചിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പേരാമ്പ്രയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നത്? സൂചിപ്പിച്ചതുപോലെ തന്നെ പേരാമ്പ്രയിൽ ഈ ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് TP രാമകൃഷ്ണൻ വികസന നേട്ടങ്ങൾ എണ്ണിക്കൊണ്ട് ആ തലത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം ചൂടുപിടിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പോയത്. പക്ഷേ ഇന്നലെ അത് കളം ആകെ മാറി. തെരഞ്ഞെടുപ്പിൽ മതം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നു, അത് മാത്രമല്ല എതിർ സ്ഥാനാർത്ഥിയെ മതത്തിന്റെ പേരിൽ മോശമായി ചിത്രീകരിക്കുന്ന തലത്തിലുള്ള അനൗൺസ്മെന്റുകൾ വരുന്നു. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കളം പേരാമ്പ്രയിൽ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാം. കാരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇന്നലെ LDFന്റെ പ്രചാരണ വാഹനത്തിൽ TP രാമകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ പ്രധാനമായും നമ്മൾ കണ്ടതാണ്. അതായത് UDF സ്ഥാനാർത്ഥിയോട് മതം പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വോട്ട് ചെയ്യരുത്, അതായത് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആ വാഹനത്തിൽ വരുന്നു. മറിച്ച് ഇന്ന് UDF സ്ഥാനാർത്ഥിയായ ഫാത്തിമ തഹ്ലിയക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു ആരോപണം വരുന്നു. ഫാത്തിമ തഹ്ലിയ മതം പറഞ്ഞ് സമുദായം പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങി വോട്ട് ചോദിച്ചു എന്നുള്ളതാണ് പ്രധാനമായും അവിടെ ഉന്നയിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്ത് പറയേണ്ടത് ഈ മതത്തിന്റെ അല്ലെങ്കിൽ സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഫാത്തിമ തഹ്ലിയ വോട്ട് ചോദിച്ചു എന്ന് ഇടതുമുന്നണി ഈ ഘട്ടം വരെയും ആരോപിക്കുന്നില്ല. അവിടെ പരാതി നൽകിയിരിക്കുന്നത് 3 സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്ന തലത്തിലാണ് ഇപ്പോൾ നിലവിൽ പരാതി രംഗത്ത് വന്നിരിക്കുന്നത്. തങ്ങളുടെ വീടുകളിൽ UDF സ്ഥാനാർത്ഥി വരികയും UDF സ്ഥാനാർത്ഥിയും പ്രവർത്തകരും വന്നിട്ട് വോട്ട് ചോദിച്ചത് മതത്തിന്റെ പേരിലും സമുദായത്തിന്റെ പേരിലുമാണ് എന്ന തലത്തിലാണ് 3 പൊതുപ്രവർത്തകർ പരാതി നൽകിയത്. ഈ പൊതുപ്രവർത്തകരുടെ രാഷ്ട്രീയ ചിത്രം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഒന്നും തന്നെയും LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ LDFന്റെ ഭാഗത്തും വന്നേക്കാം. ഇങ്ങനെ ഇരു കൂട്ടർക്കും LDF സ്ഥാനാർത്ഥിക്കെതിരെ പരാതി നിലവിൽ UDF കൊടുത്തിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിക്കെതിരെ 3 പൊതുപ്രവർത്തകരായിട്ടുള്ള 3 പേരാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ മേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് തലത്തിലുള്ള നടപടിയാണ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ പറയുകയാണെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി, വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി അടക്കം പങ്കെടുക്കുന്ന ചടങ്ങിൽ പേരാമ്പ്രയിൽ തന്നെ നടക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ പോലും ഫാത്തിമ തഹ്ലിയ
പങ്കെടുത്തില്ല. ഫാത്തിമ തഹ്ലിയ ആ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനവർ പറയുന്നത് അവർക്ക് ആരോഗ്യം മോശമായിരുന്നു, അവർ ആശുപത്രിയിലായിരുന്നു, അതുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്നാണ് പറയുന്നത്. മറുവശത്ത് ഇത് വെൽഫെയർ പാർട്ടിയും ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ ലീഗിൽ തന്നെയുണ്ട്. അതായത് ഡോക്ടർ MK മുനീറിനെ പോലെയുള്ള ആളുകൾ ശക്തമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും ഒപ്പം തന്നെ വെൽഫെയർ പാർട്ടിയൊക്കെ ശക്തമായി എതിർക്കുന്നതുണ്ട്. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് ലീഗിനുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചേക്കാമെന്നുള്ള ഒരു ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കാം ഒരു പക്ഷേ അവർ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത്. അസുഖ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസനത്തിന്റെ പേരിൽ ചർച്ചയായി അങ്ങനെ വോട്ട് മേടിച്ചിരുന്ന ആ ഘട്ടം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മതത്തിന്റെ പേരിലും സമുദായത്തിന്റെ പേരിലും പരസ്പരം ഉന്നയിക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളുടെ പേരിലാണ് അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ആദ്യഘട്ടത്തിലൊക്കെ ബേപ്പൂർ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ബേപ്പൂരായിരുന്നു കളം നിറഞ്ഞ് നിന്നിരുന്നതെങ്കിൽ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്ര മറ്റൊരു ചർച്ചാ വിഷയമായി വിവാദ വിഷയത്തിലൂടെ ഊന്നിക്കൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മുന്നേറുന്നതെന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. കഴിഞ്ഞ 2 തവണയും വലിയ തരത്തിലുള്ള ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ടാണ് LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണൻ അവർ പേരാമ്പ്രയിൽ നിന്ന് വിജയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.